നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റിരിക്കുകയാണ് എന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള കരാറ്, അമേരിക്കയ്ക്ക് കൃത്യമായി കൊടുക്കുന്ന ഇളവുകൾ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുത്തനെ കുറയ്ക്കുന്നു. എന്നാൽ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുമില്ല. അമേരിക്ക പറയണം ഇന്ത്യ എവിടെ നിന്നാണ് എണ്ണ വാങ്ങിക്കേണ്ടത്. ഇത്തരത്തിൽ ഒരു വിചിത്ര നയം, അതായത് പരമാധികാരത്തെ പോലും അമേരിക്കയ്ക്ക് കൃത്യമായ അടിയറവ് വെച്ചു കൊടുക്കുന്ന നരേന്ദ്രമോദി ഭരണത്തെ തൂത്തെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ മൊത്തത്തിൽ കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഫോർ സെയിൽ എന്ന ഹാഷ്ടാഗുമായി എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉദാഹരണ സഹിതം തെളിവ് നിരത്തി പറഞ്ഞത്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ ഭരണകക്ഷി അംഗങ്ങൾ, പ്രത്യേകിച്ചും പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജു ഉൾപ്പെടെയുള്ളവർ ഘോരഘോരം ശ്രമിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അയോഗ്യനാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പലയിടത്തു നിന്നും ഭരണകക്ഷി ബെഞ്ച് അംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ രാഹുൽ ഗാന്ധി മണിക്കൂറുകളോളം സമയമെടുത്ത് നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മുഴുവനായി ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സാമ്പത്തിക തകർച്ച ഉണ്ടായത് എങ്ങനെയെന്നുള്ളത് തെളിവ് സഹിതം നിരത്തുകയാണ് ചെയ്തത്. മാത്രമല്ല, എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് എന്തുകൊണ്ടാണ് നിരവധി തവണ പരാമർശിക്കപ്പെട്ടത്? എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഗൂഢരഹസ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ ആക്സസിബിലിറ്റി ഉള്ള രീതിയിലേക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ കുറേ രേഖകൾ ഇതിനോടകം തന്നെ വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒന്ന് ആലോചിക്കൂ, രാജ്യത്തിൻ്റെ ഭരണതലവൻ ഇത്തരത്തിൽ ഒരു ലൈംഗിക കുറ്റവാളിയുടെ ഫയലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെ പരാമർശിക്കപ്പെടുന്നു? BJP അതിനെയൊക്കെ തള്ളിക്കളയാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും, എന്തൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചിട്ടും അതൊന്നും ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു, അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി അടിയറവ് വെച്ചതും ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള വെറും ഹ്രസ്വകാലത്തെ പരിചയം എങ്ങനെയാണ് ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയത് എന്ന് കൃത്യമായി മോദി വ്യക്തമാക്കേണ്ടതായുണ്ട്. അദ്ദേഹം എന്ത് രീതിയിലുള്ള അടിയറവാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ വെച്ചത്? ഡൊണാൾഡ് ട്രംപ് സർവോപരി രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഒരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ് കോൾഗോമറേറ്റാണ്. അദ്ദേഹത്തിൻ്റെ ട്രംപ് ടവർ ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിരുന്നാലും ഒക്കെ ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി അറിയാം. അങ്ങനെയുള്ള ട്രംപുമായി എന്തിൻ്റെ പേരിലാണ് കൈകോർത്തത്? ഇടക്കാലത്ത് അമേരിക്കയുടെ നയങ്ങളെ ശക്തമായി ഇന്ത്യ എതിർക്കാൻ ശ്രമിക്കുമ്പോഴും നരേന്ദ്രമോദി ഒരു മിതത്വം പാലിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതുൾപ്പെടെ വ്യക്തമാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി വിവരിച്ചത്.